അനീഷ അനുമോളും കൂടി എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അനുമോളുടെ? ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അയ്യോ നമ്മളും കാണുന്നല്ലേ. അനീഷ് പറഞ്ഞല്ലോ, അനീഷിന്റെ അനുമോളെ കാണുമ്പോൾ ഒരു ഇഷ്ടം. ആദ്യം മുതലേ അനീഷിനോട് ഒരു ഇതുവരെ മറുത്തൊരു വാക്ക് മീൻസ് ചേട്ടാന്നല്ലാതെ വേറെ ഒന്നും വിളിച്ചിട്ടില്ലേ. അടന്നോ പോടോന്നോ അനീഷെന്നോ ഒന്നും അങ്ങനെ പേര് പറഞ്ഞു പോലും വിളിച്ചിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒന്നെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ വെച്ചിട്ട് പോയിട്ട് വേണ്ടി കിടക്ക, എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിട്ട് നിൽക്കുക. അവക്കും പണപ്പെട്ടി ഉണ്ടോ എന്നുള്ളതും അറിയില്ല. പക്ഷെ എടുക്കല്ലെന്നാ എന്റെ പ്രാർത്ഥന. കാശ് കിട്ടി അവൾ എടുക്കും. കാശ് ആഗ്രഹിച്ച് അവളവിടെ പോയത്. അനുവിന്റെ ബെഡില് നെവിൻ പോയിട്ട് വെള്ളം ഒഴിച്ചു. അനു എന്നിട്ട് കിടക്കാൻ സ്ഥലമില്ല, സോഫയുടെ ബാക്കിൽ പോയിട്ട് തണുത്ത് കിടക്കാണ്. ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ അനുവിന്റെ ഷർട്ടാണ് നെവിൻ ഇട്ടിരുന്നത്. അനുവിന് അങ്ങനെ ഡ്രസ്സൊന്നും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇഷ്ടമുള്ള ആളല്ല. എന്നിട്ട് അത്രയൊക്കെ ഭയങ്കര കൂട്ടായിട്ട് നിന്നിട്ടും ലാസ്റ്റ് ഒരു ടൈമൊക്കെ ആയപ്പോ ഇത്രയും എന്തിനാണ് എന്റെ കുഞ്ഞിനോട് കാണിച്ചത്? PR കാരണം മാത്രമാണ് അനു ഇവിടം വരെ എത്തിയെന്ന ഒരു പറച്ചിലുണ്ട്. അത് വളരെ മോശമാണ്. ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും വോട്ടിന് വിളിക്കുന്നപ്പം കുറേ പേര് ഇങ്ങനെ ചോദിക്കും 16 ലക്ഷത്തിന് PR കൊടുത്തേക്കല്ലേ. എനിക്കറിയില്ല 16 ലക്ഷത്തിന് PR കൊടുത്താൽ വോട്ട് കിട്ടുമെന്നുള്ളത്. അനുമോൾ എടുക്കോ അനീഷ് എടുക്കോ, ഈ രണ്ടു പേരുടെ പേരാണ് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കണേ. ആരെടുക്കും കപ്പ്? അനുമോള്. ഒരു ഡൗട്ടും ഇല്ല. നമ്മുടെ ലോകം പ്രകാശപൂരിതമാക്കാൻ ഇനി അസാസ് LED ലൈറ്റ്സ്. വീട്ടിലേക്കും ഓഫീസിലേക്കും ഇനി ദ കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻസ്. അസാസ് എന്നാൽ ക്വാളിറ്റിയാണ്. അപ്പൊ ഇനി മറക്കണ്ട, അസാസിലേക്ക് പോവാം. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോ ഞാൻ ഇരിക്കുന്നത് ആരുടെ കൂടിയാ? എന്റെ കൂടെ ആരൊക്കെയാ? ഒന്നും പറയണ്ട, മുഖത്തേക്ക് ഇതേ സൂം ഇൻ ചെയ്യുമ്പോ തന്നെ ആൾക്കാർക്ക് കറക്റ്റ് മനസ്സിലാവും. യെസ്, നമ്മുടെ അനുമോളുടെ അമ്മ, സിസ്റ്റർ. ഇത് അനുമോളുടെ മറ്റൊരു സിസ്റ്റർ. പേര് കൂടെ പറയാം, അഖില. ഇതാണ് സ്വന്തം സിസ്റ്റർ. അനു എപ്പോഴും പറയണം എന്റെ ചേച്ചി, എന്റെ ചേച്ചി. ഇത് അനു പറയുന്ന മറ്റൊരു ചേച്ചി ആര്യ. കൂടെ പക്ഷെ എപ്പോഴും കേൾക്കുന്ന ഒരു പേര് ആതിര, ആര്യ. ആതിര, ഇങ്ങനെയാണ് അനു എപ്പോഴും പറയാറുള്ളത്. അപ്പൊ മറ്റേ ആതിര എവിടെ പോയി? ആ ചേച്ചി ആതിര ഇല്ല അവിടെ. പെട്ടെന്നായിരുന്നു ഇത് ഇന്റർവ്യൂ വന്നത്. ആതിര ഇപ്പൊ കൊച്ചിയിലാണ്, അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റിയില്ല. യെസ് അമ്മ, എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? യെസ് അമ്മ, ബിഗ് ബോസിൽ അവിടെ ഷൂട്ടിന് പോയി, അവിടെ സെറ്റ് ഒക്കെ കണ്ടു അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നമ്മള് TV കാണുന്ന പോലെ തന്നെയാണോ അത് നേരിട്ട് കാണുമ്പോഴും? അല്ല, പിന്നെ അതിനെക്കാട്ടിലും ഭംഗിയാണോ? ഭംഗിയുണ്ട്. ആണോ? ഭംഗിയുണ്ട് കാണാൻ. നല്ലതാണ്. ഓക്കെ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മോളെ കുറെ ദിവസങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു അനുവിനെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം കാണുന്നത് ഈ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴല്ല. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കാണാതിരിക്കാറില്ലല്ലോ അല്ലേ? അപ്പൊ ആ ഒരു സന്തോഷം ഞങ്ങളെ കണ്ടു. അമ്മയും മോളും അമ്മയും ചേച്ചി, നിങ്ങൾ എല്ലാരും ഇങ്ങനെ തന്നെയാണോ? പെട്ടെന്ന് കരയോ? അതെ, സങ്കടം വരും എല്ലാവർക്കും. അതാണ് അവള് വരാത്തത്, ഞാൻ പോവാത്തത് അതുകൊണ്ടാണ്. ആണോ? അതെ. ഞാൻ ചേച്ചിയോട് ആദ്യം ഒരു കാര്യം അമ്മയുടെ മുറ്റി തന്നെ ചോദിക്കട്ടെ. അനു പോകുന്നതിന് മുമ്പേ ഞാൻ അനുവിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. അന്ന് അനു എന്റെ അടുത്ത് നമ്മൾ വിശേഷങ്ങളെല്ലാം പറഞ്ഞു, നിങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു. പക്ഷെ അനു വളരെ വിഷമത്തോടെ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്റെ ചേച്ചി, അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. പക്ഷെ എന്റെ ചേച്ചി എനിക്ക് ഇന്ന് വരെ ഒരു ഉമ്മ തന്നിട്ടില്ല എന്ന്. അപ്പൊ അവൾക്ക് എനിക്ക് ഭയങ്കര ഞാനും കരഞ്ഞു. എന്നിട്ട് ഞാൻ അവൾക്ക് പോയിട്ട് ഞാനും നിന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞ് ഞാൻ തരട്ടെ പകരം എന്ന് ചോദിച്ച് ഞാൻ പോയിട്ട് ഞാൻ അവൾക്ക് ഒരു ഉമ്മം കൊടുത്തിരുന്നു. എന്നിട്ട് ഞാൻ ചേച്ചിയോട് ഒരു മെസ്സേജ് ഞാൻ അതിലൂടെ പറഞ്ഞിരുന്നു. എന്നിട്ട് ചേച്ചി ഇവിടെ അനു വന്നു കഴിഞ്ഞപ്പോ ഒരു ഉമ്മം കൊടുത്തോ? ആ ഇന്റർവ്യൂ പക്ഷെ ഞാൻ കാണുന്നത് അനു ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ്. ആണോ? അതെ. ഇനി വിന്നറായിട്ട് വരുമ്പോ കൊടുക്കാം. അതെന്താ കൊടുക്കാത്തെ? അങ്ങനെ ഒരു അമ്മ, ഒരു ചേച്ചി നിലയിൽ എല്ലാം പറയും, സംസാരിക്കും. പക്ഷെ ഒരു ഉമ്മയൊക്കെ കൊടുക്കാനുള്ള ഇത് നമ്മൾ തമ്മിൽ അമ്മ എന്നൊരു സ്ഥാനത്ത് അവൾ എന്നെ കാണുന്നത്. ഓക്കെ, അപ്പൊ അമ്മയുടെ അടുത്ത് അവള് കാണിക്കുന്ന കുറെ കുറുമ്പുതരവും ദേഷ്യവും അതൊക്കെ അവള് പറഞ്ഞു. ദേഷ്യപ്പെടും, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് മാറിപ്പോയിട്ട് കൈ പിടിച്ചും സ്നേഹിക്കും ഒക്കെ ചെയ്യുന്ന ചേച്ചിയുടെ അടുത്ത് മകനോട് അങ്ങനെയാ. ഓക്കെ, ആരെങ്ങനെയാണ് ഈ ഫാമിലിയില്? അനു എപ്പോഴും പറയും അനുവിന്റെ അമ്മയിൽ ജനിക്കാത്ത ചേച്ചി എന്നുള്ള രീതിയിൽ ഇത്രയ്ക്കൊരു ഇമോഷണൽ ബോണ്ടിങ്, ഈ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾ എങ്ങനെ ഇത്ര അടുത്തത്? ഞാൻ ആക്ച്വലി ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് അനുവിനെ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഒരു ഫ്രണ്ട്സ് ഇല്ല. കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാരും കൂടെ നിന്നിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യും, അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മണിക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും പലരും കൂടെ നിൽക്കുന്നതെന്ന് പറയും. അപ്പോൾ അവൾ പറയും ആദ്യമായിട്ടാണ് അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യാതെ ഒരാള് നിൽക്കുന്നതെന്നാണ് ആദ്യം അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്.
അപ്പം എനിക്കൊരു അനീതി ഇല്ല, എനിക്കൊരു ചേച്ചിയാണുള്ളത്. അപ്പൊ ഇവിടെ എൻ്റെ മോനും അനുവും കൂടെ കൂടിക്കഴിഞ്ഞാൽ അവർ രണ്ടൊരു അടിയും ബഹളവും ഓട്ടവും ഒക്കെയാണ്. അപ്പൊ എനിക്ക് എന്റെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് അനു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വേറെ നമ്മുടെ ഈ ബിഗ് ബോസ് കഫേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് നമുക്ക് നമ്മുടെ ചാനലില്. അപ്പൊ അതിനകത്ത് ഓരോരുത്തരെ മാറിയൊക്കെ നമ്മളിങ്ങനെ ഇന്റർവ്യൂവിന് വിളിക്കാറുണ്ട്. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അതിൽ സംസാരിച്ചു പോകുന്നതൊക്കെ. അപ്പൊ വരുമ്പോൾ എല്ലാവരും നമ്മൾ തീർച്ചയായിട്ടും അനുമോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അനുമോളെ കുറിച്ചൊക്കെ. അപ്പൊ അനുവിനെ കുറിച്ച് അറിയുന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, സ്റ്റാർ മാജിക്കിൽ അഖിലൊക്കെ, അവരൊക്കെ അനുവിനെ ഫുൾ അറിയാവുന്നതും അനു ഹാർഡ് വർക്ക് ചെയ്യുന്ന രീതിനെ കുറിച്ചും അനുവിന്റെ ആ ഡെഡിക്കേഷനും അനുവിന്റെ എല്ലാം അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ആ വീഡിയോ കണ്ടപ്പോ നമുക്കും അങ്ങ് സങ്കടമായി. നിങ്ങൾ എല്ലാം കണ്ടായിരുന്നു. സത്യമാണ് പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. അവള് ഒറ്റയ്ക്ക് പോകുന്ന ദിവസം ഒന്നും ഞാൻ ഉറങ്ങില്ല, വിളിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ ഒരു 2 മണിയൊക്കെ ആകുമ്പോ എന്റെ അടുത്ത് പറയും, അമ്മ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ ഞാൻ സേഫാണ്, എനിക്ക് ചെന്നൊന്നില്ല, അമ്മ ഉറങ്ങിക്കോ എന്ന് പറയും. എന്നാലും ഞാൻ അവള് ചെന്ന് റൂമിലാവുന്നേരം ഞാൻ ഉറങ്ങില്ല. അനുവിന് എവിടുന്ന ഇങ്ങനെ ഒരു ധൈര്യം? ധൈര്യം വല്ലാത്തൊരു ധൈര്യമാണ്. അതെ, ടിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും ബസ്സിലാണേലും ബസ്സിൽ കയറും. അവൾ ഒരു അനുഭവം പറഞ്ഞു, ബസ് കേടായി പോയി, കുറെ സമയം എടുക്കും അവർക്ക് ഇവിടെ ഷൂട്ടിന് സ്റ്റാർ മാജിക്കിന്റെ രാവിലെ എത്തുന്ന. അവസാനം പാണ്ടിലൂർ എന്തോ വന്നപ്പോ ആ ലോറിക്ക് കൈ കാണിച്ച് അവളെ പർദ്ദ ഇട്ടിട്ട് വന്ന് കേറി. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു ധൈര്യം വേണ്ട. നാളത്തെ ഷൂട്ടിനാണെങ്കിൽ ഇവിടുന്ന് 11-12 മണിക്ക് അപ്പോഴും പോയി ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. എത്തുന്നതിന് എങ്ങനെയാണാവോ ചിലപ്പോ നിന്നായിരിക്കും അറിയായിരിക്കും, മിക്ക ടീച്ചറിനെ ഇവിടെ അറിയാം. അപ്പൊ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തവിടെ സീറ്റ് കൊടുക്കും. അങ്ങനെ ധൈര്യം. പിന്നെ ലാസ്റ്റിലൊക്കെ എല്ലാവരും ഒറ്റയ്ക്കാ പോകുന്നത് എവിടെ പോയാലും. ഇപ്പൊ ആദ്യമൊക്കെ അമ്മ കൂടെ പോകുമായിരുന്നു സ്റ്റാർ മാജിക് ഷൂട്ടിന്. പിന്നെ അമ്മയ്ക്ക് ഡിസ്കിനൊക്കെ കംപ്ലൈന്റ് ആയതിനു ശേഷം ഇപ്പൊ എല്ലാം ഇനാഗ്രേഷനായാലും എല്ലാം ഒറ്റയ്ക്ക് പോകും. പക്ഷെ അമ്മ ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കും, എത്തണ വരെ റൂമിലെത്തി സേഫ് ആവണവരെ അമ്മ വിളിച്ചിട്ടേ ഉറങ്ങത്തുള്ളൂ. അപ്പൊ ഏതെങ്കിലും അല്ലെങ്കിൽ തുടക്ക സമയത്ത് അമ്മയ്ക്ക് പോകാൻ പറ്റുന്നില്ലാത്തുള്ളൊരു സാഹചര്യം വന്നപ്പോ എന്തെങ്കിലും അമ്മ അനുവിനെ പോവാതെ വിടാതെ ഇല്ല, ഒരാൾ അറേഞ്ച് ചെയ്ത് ഒരു ആന്റി പോകുമായിരുന്നു കൂടെ. പക്ഷെ പിന്നീട് അവള് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ധൈര്യം പിന്നെ അങ്ങ് അവൾക്ക് വന്നു. പിന്നീട് ഇപ്പം ഇതുവരെയും ഒറ്റയ്ക്കാണ്. ഇപ്പൊ 11 വർഷം ഞാൻ പോയിട്ടില്ല ഇതുവരെയും കൂടെ ഒരിടം ദൂരെ പോയിട്ടില്ല. അതെന്താ പോവാത്തെ? ഒരിക്കലും അവള് ബഹ്റിനിൽ പോയിട്ട് വയ്യാണ്ടായി കണ്ണൂർ എയർപോർട്ടിൽ വന്നു, ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട്. അങ്ങനെ അവളെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ പോയി, ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ അങ്ങ് പോയി. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് പോയി. ആ ഒരു തവണ പോയിട്ടുള്ളത്, അല്ലാതെ ഇതുവരെ അഖിലേം ബിസിയാണ്, വേറെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കൂടെ പോവാനൊന്നും പറ്റാറില്ല അല്ലേ? തുടക്കം ആദ്യ കാലഘട്ടത്തിൽ അമ്മ കൂടെ പോവുമായിരുന്നു. പിന്നെ അവർക്ക് ആ ഒരു ധൈര്യം വന്ന് ഇത്രയും വർഷമായില്ലേ, സ്വന്തമായിട്ട് ഇപ്പൊ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും അല്ലെ? ഒരു വല്ലാത്തൊരു ഭയങ്കര ഒരു കോൺഫിഡൻസും വല്ലാത്തൊരു ധൈര്യവും അല്ലെ? അതൊക്കെയാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഏതൊരു നട്ടപ്പാതിരിക്കും ഏത് ലോകത്തേക്കാണേലും കാറിൽ പോവില്ല, ട്രെയിൻ ഇവിടുന്ന് ട്രെയിനിലേ പോകത്തുള്ളൂ. അറിയില്ല അപ്പൊ ആരാണെന്ന് അറിയില്ല. അതെ, അന്ന് അഖിൽ പറഞ്ഞിരുന്നു ഫുൾ കിടന്ന് ഉറങ്ങും ട്രെയിനില്. പർദ്ദ ഇട്ടിട്ട് പോകുമ്പോ ആരാന്ന് മനസ്സിലാവാതിരിക്കാനാണ് പർദ്ദ എപ്പോഴും. ചിലര് അറിയും, കണ്ണ് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കും. ഇവളെന്തെങ്കിലും റീല് കണ്ടിട്ട് ചിരിക്കുമ്പോ ഇവളെ ചിരി കാണുമ്പോ മനസ്സിലാവും അടുത്തിരിക്കുന്നവർക്ക് ധാനുവാണെന്ന്. അങ്ങനെയുണ്ട്. ഓക്കെ, ബിഗ് ബോസില് നിങ്ങൾ പോയപ്പോ അന്ന് അവിടെ അമ്മയെ ഞങ്ങൾ കണ്ടു. അച്ഛനെ ഇന്നിപ്പോ എവിടെ? അച്ഛൻ ഉണ്ടായിരുന്നു, ഇത്ര ലേറ്റ് ആയതുകൊണ്ട് അച്ഛൻ പോയത്. നമ്മള് മൂന്നൊരു ശരി. ഓക്കെ, അപ്പൊ നമുക്കിനി സീസൺ 7 വിശേഷങ്ങളിലേക്ക് എത്താം. എന്തായി, എവിടം വരെയായി? ജോലിക്കൊക്കെ പോകുന്നോണ്ട് അഖിലേക്ക് കാണാൻ ലീവ് എടുത്തു. അനു ബിഗ് ബോസിൽ പോയപ്പോ ചേച്ചി ലീവിലാണോ? അത് കൊള്ളാലോ. അല്ല, 3 ആഴ്ച ഇപ്പൊ ലീവ് എടുത്തു. പറ്റുന്നില്ല, എല്ലാം കൂടെ അങ്ങ് പറ്റുന്നില്ല. അത്ര സ്ട്രെസ് ആണോ നിങ്ങൾക്ക്? അമ്മയ്ക്കും ടെൻഷനാണോ, സ്ട്രെസ്സിലാണോ? കപ്പം കൊണ്ടല്ലേ ഇങ്ങോട്ട് വരുള്ളൂ, പിന്നെ എന്താണ് ഇത്ര ടെൻഷൻ? ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് സീസൺ 7 അനുമോൾ എടുക്കോ അനീഷ് എടുക്കോ, ഈ 2 പേരുടെയും പേരാണ് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കണേ. ആരെടുക്കും കപ്പ്? അനുമോള്. ഒരു ഡൗട്ടും ഇല്ല, അനീഷിന് കൊടുക്കൂല. പക്ഷെ അനീഷ് അനുമോളും കൂടി ഇപ്പൊ സ്കീമിംഗ് ആണ് അവിടെ. അമ്മയ്ക്ക് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? അവൾ അങ്ങനെ കാണുന്നേ, നമുക്കറിയാലേ. പുറത്തല്ലേ അത് വേറെ രീതിയിൽ അവരാക്കി എടുക്കുന്നത്. അല്ല, അത് അനുവിന്റെ ഒരു ഗെയിം ആയിട്ട് തോന്നുന്നില്ല. ആദ്യം മുതലേ അനീഷിനോട് ഒരു ഇതുവരെ മറുത്തൊരു വാക്ക് മീൻസ് ചേട്ടാന്നല്ലാതെ വേറെ ഒന്നും വിളിച്ചിട്ടില്ല. അമ്മ പോടോന്നോ അനീഷെന്നോ ഒന്നും അങ്ങനെ പേര് പറഞ്ഞു പോലും വിളിച്ചിട്ടില്ല. ആ ഒരു ബഹുമാനം, എന്താണ് നമ്മളും കാണുന്നല്ലേ? അനീഷ് പറഞ്ഞല്ലോ, അനീഷിന്റെ അനുമോളെ കാണുമ്പോൾ ഒരു ഇഷ്ടം
എന്തോ ഒരു കഴിഞ്ഞ ദിവസം സാരി എടുത്ത് വന്നപ്പോഴും അനീഷ് കമന്റ് ചെയ്തിട്ട് എന്താ അനുമോളെ ഇതൊക്കെ കാണുമ്പോഴേ അമ്മക്ക് എന്താ നമുക്ക് ചിരിയാ വരുന്നത്, ചിരി തമാശ കേട്ടോ, നമ്മളൊരു തമാശ ഇനി ഇൻ കേസ് അവന് വെളിയിൽ വന്നിട്ട് ഇങ്ങനെ പറയുവാണെന്ന് വെച്ചു. കാരണം ഇതിനു മുന്നേ നമ്മുടെ ലവ് ട്രാക്കിലൂടെ വന്നവര് പുറത്ത് വന്നിട്ട് വേറെയും കല്യാണം കഴിഞ്ഞ് അനുവിനെ എനിക്ക് നല്ലോണം അറിയാം. അനുവിന് എങ്ങനെയുള്ള ഒരാളെ ഇഷ്ടാവും എന്നുള്ളത് നമുക്ക് ഇഷ്ടമാവും. എന്താ എങ്ങനെയുള്ള ആളെ ഇഷ്ടം? ഇല്ല അത് അറിയോ, കേൾക്കട്ടെ. അനീഷിന് എന്താ കുഴപ്പം? അങ്ങനെയല്ല, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ബ്രദറിനെ പോലെ കാണുന്നത് അനീഷ്, നമുക്കത് കാണുമ്പോൾ അറിയാം. നമുക്കറിയാം അനുവിന്റെ ക്യാരക്ടർ നല്ലോണം അറിയാം. അതുകൊണ്ട് ഞാൻ പറയാം അനീഷിനെ അനു ബ്രദറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും ഭയങ്കര ഗെയിം ആണല്ലോ ബിഗ് ബോസിൽ കളിക്കുന്നത്. അവസാനമായപ്പോ അവൾ ഒറ്റയ്ക്കായില്ലേ, അപ്പൊ അനീഷല്ലേ ഇപ്പൊ കൂടെ ആയിട്ട് സപ്പോർട്ട് നിൽക്കുന്ന ആ ഒരു ഇത് ഉള്ളത് കൊണ്ട്. അതെ അതെ അതെ, അനീഷാണ് കൂടി. ഇപ്പൊ അനീഷും അനുവും കൂടെ ഒരുമിച്ചായി ഇട്ട് കൊടുക്കുന്നതും ഒക്കെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ ആണ്. ഇപ്പൊ ഇന്നലെ സബുവിന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. അപ്പൊ എല്ലാവർക്കും ചെയ്യുന്ന കാര്യമാണ്. അതിപ്പോ അനീഷിന് മാത്രമൊന്നും ഒരാൾക്കൊന്നും അങ്ങനെ അല്ല. അവള് ബേസിക്കലി ഇതിപ്പോ ഞാനാണ് എവിടെയെങ്കിലും പോകുമ്പോ എന്താ ചേച്ചി ലിപ്സ്റ്റിക് ഇടാത്ത, ഉടനെ അവളെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ട് തരും, കണ്ണെഴുതി തരും, അല്ലെങ്കിൽ മുടി ഹെയർ ബ്രഷ് ചെയ്ത് തരും. നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മളിപ്പോ സ്ക്രീനിലൂടെ ഒന്നെങ്കിൽ അനീഷിന്റെയും ഒരു ഗെയിമാണ്, അനുവിന്റെയും ഒരു ഗെയിമാണ്. എന്തോ നമ്മൾ കാണുമ്പോൾ അവിടെ ഒരു ലവ് ട്രാക്ക് ആണല്ലോ ഫോം ചെയ്തോണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻ അല്ല ഞങ്ങൾ അവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇപ്പൊ അതിനകത്തുള്ളവർ ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡും നിങ്ങൾക്ക് കാണുമ്പോഴൊക്കെ കാണാലോ, എല്ലാരും കളിയാക്കുന്നതും അനീഷ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നതും ഇതൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയണോ അതൊക്കെ ഒരു ഫ്രണ്ട്ലി ഇതാണ്. ഇനി ഇതൊക്കെ ഗെയിം ആണെന്നൊക്കെ എല്ലാം അമ്മയ്ക്ക് അറിയാം. പക്ഷെ എന്നാലും അനുവിന്റെ ബെഡില് നെവിൻ പോയിട്ട് വെള്ളം ഒഴിച്ചു. അനു എന്നിട്ട് കിടക്കാൻ സ്ഥലമില്ല, സോഫയുടെ ബാക്കിൽ പോയിട്ട് തണുത്ത് കിടക്കാണ്. എന്നിട്ട് നമ്മൾ കാണുമ്പോൾ അനീഷ് പിന്നെ വന്നിട്ട് ക്യൂൾട്ടിട്ട് എക്സ്ട്രാ ഒരു ക്യൂൾട്ടിയും കൂടി ഇട്ടിട്ട് പുതപ്പിക്കുന്നു, പില്ലോ കൊണ്ടേ കൊടുക്കണു. സി അതൊക്കെ ഒരു ഇമോഷണൽ ആയിട്ട് നമുക്കൊരു ഇത് തോന്നും. അമ്മയ്ക്ക് ഇത് കാണുമ്പോ അത് കണ്ടപ്പോ സങ്കടം തോന്നിയോ? സങ്കടം തോന്നി. എന്റെ മോള് സോഫയുടെ ബാക്കിലേക്ക് അങ്ങനെ കിടക്കുന്നു. ഞാനങ്ങ് കരഞ്ഞു പോയി ഇവിടെ ഇരുന്ന്. ആണോ? അപ്പൊ നെവിന്റെ മേളിൽ ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. ആ സമയത്ത് തോന്നി. ഇപ്പം പക്ഷെ മാറി വന്നല്ലോ, പിറ്റേ ദിവസമൊക്കെ ആയപ്പോ എല്ലാം സോൾവ് ആയില്ലേ. എല്ലാരും ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങനെയല്ലേ പറയാൻ പറ്റും. അല്ല, വെള്ളം ഒഴിച്ചു ബെഡില് അനുവിന്റെ. അപ്പം എന്താ നിങ്ങക്ക് അവിടെ പോയപ്പോ നിങ്ങൾ എല്ലാരെയും കണ്ടു അല്ലെ? എല്ലാരുമായിട്ട് പരിചയപ്പെട്ടു, എല്ലാരായിട്ട് കണ്ടു. നല്ല സൗഹൃദമായിരുന്നു അവര്. ഈ നെവിനൊക്കെ ആയിട്ട് അന്ന് ഭയങ്കര ഞങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് വന്ന് സംസാരിച്ച ആളാണ് നെവിനൊക്കെ. പക്ഷെ അവരൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോ ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ആ സമയത്ത് നല്ല ദേഷ്യം വന്നു. അവരവരെ ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കും കളിക്കുന്നത് ഇങ്ങനെ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അങ്ങ് മനസ്സിലാക്കാൻ. കാരണം ഇതിനെക്കാട്ടും മുന്നേ നമ്മൾ ഒരുപാട് കണ്ടിട്ട് ഇങ്ങനെ വന്നതല്ലേ, ഇവിടം വരെ എത്തിയില്ലേ, ഈ സ്റ്റേജ് വരെ. ഒത്തിരി അവള് കരഞ്ഞില്ലേ? ഒത്തിരി ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. നല്ലപോലെ എല്ലാരും പറയും ഡ്രാമയല്ല, അവളെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ ഇവിടുന്ന് പോയപ്പോ മനു നിങ്ങൾക്കൊക്കെ വാക്ക് പറഞ്ഞിട്ട് കരയില്ല. അമ്മ പോയപ്പോൾ പോലും അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫാമിലി വീക്ക് പോയപ്പോഴും പറഞ്ഞു. എന്നിട്ട് ഇന്നലെയും കരഞ്ഞു. അതെ, ഇന്നലെയും കരഞ്ഞു. പറ്റില്ല, പിടിച്ചു നിൽക്കാനേ. ആവുമ്പോ ആരായാലും കരഞ്ഞു പോവില്ലേ? ഒറ്റയ്ക്കല്ലേ. പ്രത്യേകിച്ച് അവളെ പോലെ ഒരാൾ പെട്ടെന്ന് കരയും. പക്ഷെ അങ്ങനെയല്ലേ, ജെനുവിൻ ആയിട്ട് നിക്കണമെങ്കിൽ അവളുടെ യഥാർത്ഥ ക്യാരക്ടർ അല്ലേ അവിടെ കാണിക്കേണ്ടത്. അവളങ്ങനെ ജെനുവിൻ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെ അതെ. പൊതുവെ അനു എന്ന് പറയുന്ന ആൾ ഇപ്പൊ അവിടെ മൊത്തം അനുവിന് കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനായിട്ട് അനു പറയണ്ട, എന്റെ വീട്ടിൽ ഞാൻ ഇതൊന്നും ചെയ്തില്ല, ഒന്നും ചെയ്യാൻ അറിയില്ല, ഇവിടെ വന്നിട്ടാണ് ഞാൻ പഠിച്ചത്. അതാണ് സത്യമാണ്. സമയമില്ല, ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എല്ലാ ദിവസവും ഷൂട്ടല്ലേ, ഒരു ഗ്ലാസ് ചായ പോലും അവളെ കിച്ചണിൽ വീട്ടിലുള്ള ദിവസം കുടിക്കില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ എന്തെങ്കിലും വരുമ്പോ യൂട്യൂബ് നോക്കി എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷെ ഉണ്ടാക്കുന്ന സാധനം സൂപ്പറാ. ഏത് സാധനം മാഗി ഇപ്പം മോൻ ഉണ്ടാക്കി കൊടുത്താലും, ഇപ്പം ചട്ടിച്ചോറ് എന്തെങ്കിലും ആ രീതിയിൽ എന്തെങ്കിലും അവൾ ഉണ്ടാക്കിയാൽ പോലും അത് നല്ല ടേസ്റ്റാണ്. നോക്കി യൂട്യൂബ് നോക്കി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതെന്തെങ്കിലും സ്പെഷ്യൽ ഏതെങ്കിലും ദിവസം ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഒരു ഐഡിയ കാണും അവർക്ക്, നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഒരു ഐഡിയ കാണും, അത് വെച്ചിട്ടായിരിക്കും അവിടെ കുക്ക് ചെയ്യുന്നത്. അല്ലാതെ കുക്കിങ്ങിനുള്ള സമയവും ഇല്ല, അറിയത്തില്ല, ചെയ്യാറില്ല. പ്രോഗ്രാമായിട്ട്. പക്ഷെ എന്നാലും ഇന്നിപ്പോ അവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അനുവിന് അവിടെ വാശി, അനുവിന് തന്നെ വിളമ്പണം എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്ക്രീനിൽ കാണുമ്പോഴേ നിങ്ങൾ അമ്മയോ അല്ലെ അഖിലോ അല്ലെങ്കിൽ ആരും നിങ്ങളൊക്കെ എന്തിനാ അനു നീ അങ്ങനെ ചെയ്യണേ, അങ്ങനെ ഒരു കമന്ററി എന്തെങ്കിലും ഇല്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ കുട്ടിയല്ലേ, അപ്പം ആ ചോറ് ബാക്കി മിച്ചം ഉണ്ടായിരുന്നു, ആ ചോറിന്റെ കൂടെ കറി കൊടുക്കാനായിരിക്കും നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളല്ലേ വേറെ ഇത് ചിന്തിക്കുള്ളൂ. ഈ കൊച്ചു അതിനായിരിക്കും കറി മാറ്റി വെച്ചത്, ചോറ് കഴിക്കാൻ അതിന്റെ കൂടെ അതങ്ങ് മാറ്റി വെച്ചിരുന്ന പ്രശ്നം ഉണ്ടായില്ലായിരുന്നെങ്കിൽ
അല്ലേ ആ കറി മാറ്റി വെച്ചത് ബാക്കിയിരുന്ന ചോറിലൂടെ കഴിക്കാനാ. ആ പ്രശ്നം അവിടെ ഉണ്ടായത് അവള് ചിന്തിക്കുന്നത് നമ്മൾ അതുപോലെ ചിന്തിച്ചു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വേറെ രീതി ചിന്തിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ അവിടെ പോയപ്പോ ഞാൻ ചോദിച്ചു, നീ കിച്ചണിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ വന്നതെന്ന് ഞാൻ ചോദിച്ചു. നീ ഇവിടെ ആർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വന്നല്ല, നീ ഗെയിം കളിക്കാൻ വന്നത്, നീ എന്തിനാ എപ്പോഴും അവള് പറഞ്ഞത്, ചേച്ചി ഇവിടെ ആർക്കും കുക്കിംഗ് അറിയത്തില്ല, എനിക്കും പിന്നിക്കും മാത്രമേ അറിയുള്ളൂ. അപ്പൊ എല്ലാവർക്കും കഴിക്കണ്ടേ ചേച്ചി, ഇത്രയും പേര് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാ കുക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കുക്കിംഗ് ഒക്കെ കൊള്ളാം, വേണ്ടെന്നല്ല, പക്ഷെ നീ ഗെയിം കളിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നു, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അതായിരുന്നു നമ്മൾ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അനുവിന് ഒരു കുലസ്ത്രീ ഒരു ഇതും കിട്ടിയല്ലോ. അതിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ പറയാ, എല്ലാരും കൂടെ അവള് അങ്ങനെയൊക്കെ എടുത്തു. അങ്ങനെയല്ല അവള് സാധാരണ അവള് അങ്ങനെ അല്ല, അങ്ങനെ ഒരു ഗെയിമിന് വേണ്ടി കളിക്കാന്നല്ല, പക്ഷെ ഗെയിമിന് വേണ്ടി കളിക്കാന്നല്ല, പക്ഷെ അവള് കുറച്ച് കൺസർവേറ്റീവായി ജീവിച്ച ഒരാളാണ്. ഇവരൊക്കെ ആര്യനാടെന്ന് നാട്ടുകാരാണ്. അപ്പൊ അങ്ങനെ ജീവിച്ച ഒരു അതിന്റെ കുറച്ച് അതിന്റേതായ എനിക്കായാലും അവക്കായാലും ഉണ്ട് അതിന്റെ ഒരു ഇതാ. പക്ഷെ നമ്മളിപ്പോ കാണുമ്പോ എല്ലാം ഉണ്ടാക്കാനും വിളമ്പാനും ഒക്കെ ഭയങ്കര ഇതാണ്. പക്ഷെ എന്തെങ്കിലും ഒന്നെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ വെച്ചിട്ട് അപ്പം പോയിട്ട് വെടി കിടക്ക, എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിട്ട് നിൽക്കുക. യഥാർത്ഥ ക്യാരക്ടർ അങ്ങനെയാണ്, പെട്ടെന്ന് മുഖം വീർക്കും, വിഷമം വരും. പിന്നെ മക്കളെയൊക്കെ വിളിച്ച് നല്ല സ്നേഹത്തിൽ പെരുമാറി അപ്പോഴെണീച്ച് വരും, അങ്ങനെയുള്ള സ്വഭാവം. അപ്പൊ തൊട്ടാ പാടുന്ന ആള് തന്നെയാണ്, സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെയാണ്, ശതമാനം അങ്ങനെയാണ്, തൊട്ടാവാടിയാണ്. അപ്പൊ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണോ? ഇവിടെയാണെങ്കിലും നിങ്ങളപ്പോ ബാക്കിൽ ചെല്ലണം എന്നൊക്കെ ആഗ്രഹിക്കോ? അവളായാലും ചിലപ്പോ ഇങ്ങോട്ട് തിരിച്ചും വരും. ഇപ്പൊ നമ്മളെ തന്നെ അങ്ങോട്ട് പോണോന്നില്ല, അവളായാലും ഇങ്ങോട്ട് വരും, പിണക്കൊക്കെ മാറ്റി. അവൾ അങ്ങനെ ഒരുപാട് നേരം പിണങ്ങിരിക്കാൻ അവളെ കൊണ്ട് പറ്റത്തില്ല. ആരെങ്കിലും ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്ന് എന്തെങ്കിലും ഭയങ്കര ഒരു പരിചയമില്ലാത്ത ആളായാൽ പോലും ഒരു 10 മിനിറ്റ് അടുത്ത് വന്നിരുന്ന് സ്നേഹം ആയിട്ട് മക്കളെ എന്ന് വിളിച്ച് അവള് കുടുംബ ചരിത്രം മൊത്തം ഭയങ്കര മറ്റേ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോയപ്പോഴേ പറഞ്ഞതാ, തുറന്ന പുസ്തകം ആവരുത് എന്ന് ഞാൻ ഒരുപാട് രീതിയിൽ അവളെ നല്ലപോലെ അവളൊന്നും മനസ്സിൽ വെച്ചിരിക്കില്ല, അങ്ങനെയാണ്. പക്ഷെ വാശിക്കാരിയാണോ അമ്മേ? വാശിയൊക്കെ ഉണ്ട്, അത്യാവശ്യം. അവളെ ഭാഗത്താണ് ന്യായമെങ്കിൽ അവളത് നിൽക്കും, ഉറച്ചു നിൽക്കും. പക്ഷെ അവൾക്ക് അനുവിന് വിചാരിക്കുന്ന പോലെ തന്നെ അനു ചെയ്യുള്ളൂ. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഇല്ല അനു നീ ഒന്ന് ചെയ്യെന്ന് പറഞ്ഞാൽ അനു സമ്മതിച്ച് കൊടുക്കുകയില്ല. അനു വിചാരിക്കുമ്പോ അനു പോയി പാത്രം കഴുകും, അനു വിചാരിക്കുമ്പോ അനു പോയി ഇത് ചെയ്യും. ഇങ്ങനെ തന്നെ അതും ശരിക്കും അങ്ങനെ തന്നെയാണ്. ആണോ? അപ്പൊ അത് അമ്മ ഇവിടുന്ന് പോയപ്പോ കുറച്ച് അഡ്വൈസ് ഒക്കെ കൊടുക്കില്ലാനു, നീ വീട്ടിലെ ഇങ്ങനെയാ ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാലോ ഷോ എങ്ങനെയൊക്കെയാണെന്ന്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 പേരും എന്തൊക്കെയാണ് അഡ്വൈസസ്? എല്ലാം ഇത് പറഞ്ഞു, പക്ഷെ എന്തൊക്കെ ഇതെന്ന് പറഞ്ഞു കൊടുത്തതൊന്നും അവിടെ നടക്കത്തില്ല. എങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പോയാലും ഇല്ല, റിയൽ ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ കരയണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്, എന്നിട്ട് കൂടി ഇതാ ഇന്നലെ കൂടി കരഞ്ഞു. നമ്മളൊന്നും പറഞ്ഞു കൊടുത്താൽ അവിടെ ചെന്നത് അത് നമുക്ക് പറ്റില്ല, അവളെ കൊണ്ട് പറ്റില്ല. അവള് ജെന്യുനായിട്ട് തന്നെയാ നിൽക്കുന്നത്, അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ അനുവിന് അവിടെ നമ്മൾ ലാസ്റ്റ് ഇപ്പൊ വന്ന് ഓരോരുത്തരും എലിമിനേറ്റ് പോയത് അവസാനം ആദിലയും നൂറയും അനു, ഇവര് 3 ഗേൾസും ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഗ്യാങ് ആയിട്ട് അവർ നിൽക്കുകയാണ് അവിടെ. അതിനിടയിൽ അവർ കുശി വിശിക്കും, അവരിതെല്ലാം ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് അവർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ അവരുടെ ഇടയിലും പ്രശ്നങ്ങളായി. അതിലെ കൊറേ കരഞ്ഞു, അനു ഇപ്പറ കരയണു. ഇവര് 3 ഇനി ഒരു രീതിയിൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും എനിക്ക് നീയും വേണ്ട നിനക്ക് ഞാനും വേണ്ട എന്നുള്ള രീതിയിൽ പിരിഞ്ഞിട്ടാണ് ഇപ്പൊ നിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോ അത് മാറുമായിരിക്കും. നമ്മളിപ്പോ എന്താ പറയാ, എന്നാലും മാറുമോ? അനുവായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്താൽ പിണക്കം മാറ്റുമോ? അവർക്ക് അത് ഉള്ളിൽ ആ മനസ്സിലെ വിഷമം മാറിക്കഴിഞ്ഞാൽ അവള് മിണ്ടും. ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നു രണ്ടുപേരും. പിന്നെ അത് അതിലെ കൊറേ പുറകെ നടന്നില്ലേ, പക്ഷെ ഒരുപാട് വാക്കുകൾ അവളെ പറഞ്ഞില്ലേ, അതാണ് അവൾക്ക് വിഷമമായത്. ഒരുപാട് കാര്യങ്ങൾ നല്ലപോലെ നമുക്ക് ഫീൽ ചെയ്തു ഒരുപാട് ഇവിടെ നിന്നപ്പോഴത്തേക്കും. കാരണം അടുത്ത ഫ്രണ്ട്സ് അല്ലേ, അടുത്ത ഫ്രണ്ട്സ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു കാര്യത്തിന് ഇത്രയും പറയുമ്പോ അതെന്തായാലും എനിക്കായാലും ഹേർട്ടാവും. പൊതുവെ അനുമോൾ ഇതെല്ലാം മനസ്സിൽ ഇപ്പം പെട്ടെന്ന് പിണക്കം മാറുമായിരിക്കാം, പക്ഷെ എന്നാലും എപ്പോഴെങ്കിലും ഇത് മനസ്സിൽ ഇങ്ങനെ ഇട്ടിട്ട് വെക്കുവോ? ഇല്ല, പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങ് മാറും. ഞങ്ങളിതൊരു അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടില്ല. പിന്നെ തിരക്കാകുമ്പോ പിന്നെ ഒബീസ് അത് മറക്കണ്ടോ, തിരക്കായി പോകൂലേ, പിന്നെ ഇല്ല അത് മനസ്സിൽ വെച്ച് പെരുമാറില്ല. ഓക്കെ, ചേച്ചി ഭയങ്കര സ്ട്രോങ് ആയിട്ട് എടിച്ചിരിച്ചിട്ട് അനുവിന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാ പിന്നെ ചേച്ചിയുടെ അടുത്ത് തന്നെ ചോദിക്കട്ടെ, ഇപ്പൊ അവിടെ ഫുൾ എല്ലായിടത്തും മൊത്തത്തില് എല്ലാരും പറഞ്ഞ അനുവിന് PR ഉണ്ടോ? യെസ്
ഉണ്ട് എന്ന് അനു തന്നെ പറയുന്നുണ്ട് അല്ലേ? അതെ അതെ. പക്ഷെ 16 ലക്ഷത്തിന്റെ PR ഇല്ല. അപ്പൊ PR ഉണ്ട്. PR ഉണ്ട്, അവള് പറഞ്ഞ സത്യം. PR ഉണ്ട്, അത് സംഭവിച്ചു. ഓഫ്കോഴ്സ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. നമുക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഓരോരോ ജോലികളുണ്ട്. അപ്പൊ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോപ്പറേറ്റ് ഇഷ്യൂം കാര്യങ്ങളും വരാതെ നോക്കാൻ ടെക്നിക്കൽ പരമായിട്ട് ഒരാളെ ഏൽപ്പിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അതില്ല നമ്മൾ പറയത്തില്ല. അപ്പൊ നമ്മൾ കേട്ടിരിക്കുന്നു 16 ലക്ഷത്തിന് അനു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ അതുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും കാശിന്, അവള് കാശിന് വേണ്ടി അവിടെ പോയത്, ഫെയിമിന് വേണ്ടി അല്ല. അപ്പോൾ ഇത്രയും രൂപ കൊടുത്ത് അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു വോട്ട് ചോദിച്ചാൽ പോലും പറയും 16 ലക്ഷത്തിന്റെ PR ഉണ്ട്, ഇനി എന്തിനാ വോട്ട്. ഇപ്പൊ ചോദിക്കാൻ വയ്യാത്ത അവസ്ഥയായി ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ആയാലും റിലേറ്റീവ്സിന്റെ കൂടെ ആയാലും അങ്ങനത്തെ സിറ്റുവേഷനായി. ഒരു വിഷമം ഉണ്ടായി. അതെ അതെ, നമ്മളിപ്പം വോട്ട് ഇപ്പൊ ലാസ്റ്റ് ഡേ അല്ലേ, ഇപ്പം ഫ്രണ്ട്സിനെ ആയാലും റിലേറ്റീവ്സിനെ വോട്ടിന് വിളിക്കുന്നപ്പം കുറെ പേര് ഇങ്ങനെ ചോദിക്കും 16 ലക്ഷത്തിന് PR കൊടുത്തേക്കല്ലേ. എനിക്കറിയില്ല 16 ലക്ഷത്തിന് PR കൊടുത്താൽ വോട്ട് കിട്ടുമെന്നുള്ളത്. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല ഇങ്ങനെ ഒരു വാക്ക് 16 ലക്ഷം. അത് എങ്ങനെയാണ് അവള് വന്നാലേ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അത് എങ്ങനെയാണ്, എന്താണ്, ആര് പറഞ്ഞതാണ്, എങ്ങനെയാണ് കറക്റ്റ് കാര്യം. അവള് വന്നാലേ അത് കറക്റ്റ് കാര്യം നമുക്ക് അറിയാൻ പറ്റും സംഭവിച്ചെന്നുള്ളത്. 16 ലക്ഷത്തിന്റെ PR ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ, ഇപ്പൊ നമ്മൾ അറിയാതെ ആരെങ്കിലും അത് പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയവരാരെങ്കിലും പറഞ്ഞതാണോ, അത് പറഞ്ഞ ആള് കള്ളം പറഞ്ഞതാണോ എന്നുള്ളത് അവള് വന്നാലേ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അതപ്പോ അമ്മ അവിടെ ചെന്നപ്പോ ചോദിച്ചില്ലേ? ഇല്ല, അതിന് ശേഷമല്ലേ, അതിന് ശേഷമല്ലേ സംഭവം നടന്നത്. അതെ അതെ അതെ, അതെന്താണെന്ന് ഇനി അവള് വന്ന് അവളെ വായി നമുക്ക് അറിയണം എങ്ങനെ ഈ കഥ വന്നു എന്നുള്ളത്. ഇത്രയും ഏറ്റവും വലിയ പ്രശ്നമായത് ഈ ഒരു കാര്യമാണ്. അതെ, അനുവിന് ഇപ്പൊ നമുക്ക് വോട്ട് ചോദിക്കാൻ പോലും ഒരാൾക്കാരോട് പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ രണ്ട് സിസ്റ്റേഴ്സും നിങ്ങൾ ഇപ്പൊ മാക്സിമം സർക്കുലേറ്റ് ചെയ്ത് അനുവിന് വേണ്ടിയിട്ടുള്ള വോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നമ്മളെ ഫ്രണ്ട്സ്, അതായത് ഫ്രണ്ട്സ് ആയാലും നമ്മളെ നാട്ടിലായാലും ഹോട്ട്സ്റ്റാർ ഒന്നും അധികം പേർക്ക് ഇല്ല. എല്ലാവരും കൊണ്ട് ബന്ധുക്കളെല്ലാവരും കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ PR കാര്യം നല്ലപോലെ അറിയാം, PR എന്താണെന്ന് അറിയാന്നുള്ളവർ നമ്മളോട് ചോദിക്കുന്നു. അപ്പൊ നമുക്കത് ഭയങ്കര വിഷമമാണ്. ഓക്കെ, ഇപ്പൊ അനു താമസിക്കുന്ന, ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന അനുവിന്റെ വീട് തന്നെ ഒരു റെസിഡൻഷ്യൽ കോളനിയാണ്. തൊട്ട് ഇവിടെ നിറഞ്ഞ വീടുകളാണ്. പക്ഷെ 3 വർഷം ആയോളൂ ഇവിടെ താമസം തുടങ്ങിയത്. എന്നാലും അമ്മ പറയൂ, ഈ ഒരു ഏരിയയിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് അനുമോളുടെ വീടാണ്, അനുമോൾ ഇപ്പൊ ബിഗ് ബോസിൽ പോയിരിക്കുകയാണ്, വോട്ടിംഗ് വേണമെന്നൊക്കെ. ഇവിടെ നിന്നുള്ള ഈ നെയ്ബേഴ്സ് സൈഡിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എത്രത്തോളം നല്ലതാ? എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ട് അമ്മയെ വിളിക്കും, വിളിച്ചിട്ട് അപ്പം അതിലറിയാലോ, ലൈവ് കാണുന്നവർക്ക് അറിയാലോ. ഇപ്പൊ സിറ്റുവേഷൻ മോള് കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ അമ്മയെ വിളിച്ച് ചോദിക്കും, കരയേണ്ട രമേ, കരയേണ്ട, വിഷമിക്കേണ്ട, ശരിയാവും, നമ്മളെല്ലാരും കൂടെ ഉണ്ട് എന്നാൽ സപ്പോർട്ട്. കോള് വന്നോണ്ടിരിക്കും, അമ്മ ലൈവ് കാണും, ഉടനെ അവിടെ കൂടെ ഉള്ളവർ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. വീട്ടിലായാലും അങ്ങനെയാണ്, അങ്ങ് വീട്ടിലായാലും ഇവിടത്തെക്കാളും സപ്പോർട്ട് അവിടെയാണ്, ജനിച്ചു വളർന്ന നാട്ടിലാണ് സപ്പോർട്ട്. അതെ അതെ. അപ്പൊ ഇവിടുന്ന് തന്നെ അത്യാവശ്യം ഭയങ്കര വോട്ടിംഗ് പോകുന്നുണ്ട്. ഇല്ല, പക്ഷെ നാട്ടും പ്രദേശം ആയതുകൊണ്ട് അവർക്ക് ഹോട്ട്സ്റ്റാറിനെ പറ്റി വലിയ പ്രോഗ്രാം കാണും, പക്ഷെ വോട്ട് ചെയ്യാൻ അറിയില്ല. അപ്പൊ നമ്മളിപ്പോ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത്, കാരണം അവർക്ക് അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ നമ്മളിങ്ങനെ വിളിച്ചു ചോദിക്കും, ഇങ്ങനെ കൊച്ചിനൊരു വോട്ട് കൊടുക്കണം, എങ്ങനെ പറ്റുമെന്ന് എന്നെ വിളിക്കും. അപ്പൊ അനുവിന് നമ്മൾ കേട്ട പോലെ 16 ലക്ഷത്തിന്റെ PR ഉറപ്പിച്ച് പറയാനില്ല. അനു വന്ന് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ കയ്യിൽ വാക്ക് തന്നിട്ട് പോയതാണ്, ഞാൻ കപ്പും കൊണ്ട് വന്നാൽ ഫസ്റ്റ് ഇന്റർവ്യൂ അത് എനിക്കാണ്. നിങ്ങളുണ്ടാവുമല്ലോ കപ്പ് വാങ്ങുമ്പോൾ അവിടെ. അപ്പൊ അനുവിനോട് ചോദിക്കാം നമുക്ക് ഇത് എങ്ങനെ വന്നു, നമുക്ക് അന്നേരം അതോടെ എങ്ങനെ കഥ വന്നു, എവിടെയാണ്, ആരാണ് പറയുന്നുള്ള കറക്റ്റ് കാര്യം നമുക്കറിയാം. എന്തായാലും അവൾ എന്നോട് കള്ളം പറയത്തില്ല, നമ്മളുടെ കള്ളം പറയത്തില്ല, സത്യാവസ്ഥയെ പറയുള്ളൂ. ഇവിടെ അപ്പൊ ആരാണ് ചേച്ചി ജോലിക്കേ പോകുന്നില്ല, ഫുൾ ടൈം ഇരുന്ന് ലൈവ്. നിങ്ങൾ ഉറങ്ങാറുണ്ടോ? ഉറങ്ങും, അവള് എണീക്കും, അതിനുശേഷം നമ്മൾ ഉറങ്ങും. അങ്ങനെയാ അനു ഉറങ്ങി കഴിയുമ്പോ അപ്പൊ നിങ്ങൾ 8 മണിക്ക് ഇവിടെ പാട്ടം വെച്ച് എണീക്കും. അനുവിന്റെ ജോലി എല്ലാം തീർത്തിട്ടിരിക്കും, ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കും. അപ്പൊ രാവിലെ എപ്പോ എണീക്കും? രാവിലെ അമ്മ 4 മണിക്ക് എണീറ്റ് എല്ലാം ചെയ്ത് വെച്ചിരിക്കും. ഉറങ്ങുന്നത് അവിടെ 12-നും 1 മണിക്കും ഒക്കെ അപ്പോഴാ നമ്മളും കിടക്കുന്ന അപ്പോഴാ. എന്നിട്ട് 4 മണിക്ക് അമ്മ എണീറ്റ് അടുത്ത പ്രൊമോ 12 മണിക്ക് പ്രൊമോ വെയിറ്റ് ചെയ്ത് അടുത്ത പിറ്റേ ദിവസം പ്രൊമോയും കണ്ട് അതും കണ്ടിട്ടൊക്കെ ഉറങ്ങണം. ഉറക്കം വരത്തില്ല ചില ദിവസമൊക്കെ. പ്രൊമോ കാണുമ്പോഴത്തേനും നമ്മൾ അങ്ങ് പെട്ടെന്ന് വൈലന്റ് ആവും. പിറ്റേ ദിവസത്തെ പ്രൊമോ 12 മണിക്ക് വരും. അത് കണ്ടിട്ട് പിറ്റേ ദിവസം എന്തായെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ടെൻഷൻ. അത് കഴിഞ്ഞിട്ട് മിക്കവാറും എനിക്ക് എന്നിട്ട് എന്നെ വിളിക്കുമായിരിക്കും, ചേച്ചി കണ്ട പ്രൊമോ കണ്ടോ, നോക്കിയോ പിന്നെ ലിങ്ക് അയച്ചിട്ടുണ്ടെന്ന് പറയും. ദൈവമേ, അപ്പൊ 100 ദിവസത്തെ ഉറക്കം ഓരോ ദിവസവും എനിക്ക് ഇങ്ങനെ ഉറക്കം ഒഴിഞ്ഞ് സുഖമില്ലാതായി, വയ്യാണ്ടായി. അവളെ ഭയങ്കര കരച്ചിലായിരുന്ന ആ സമയത്തിൽ, ആദ്യ സമയത്തൊക്കെ അമ്മയ്ക്ക് വയ്യാതായി. 2 ആഴ്ച ഞാൻ കിടപ്പിലായി. ഇതൊക്കെ ഗെയിം ആണെന്ന് മോള് വിഷമിക്കുന്ന കാണുമ്പോൾ കരഞ്ഞ ഒരു ആദ്യത്തെ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് കാണണോന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ സമ്മതിച്ചില്ല. ഞങ്ങൾ ചോദിച്ചു, സംസാരിക്കാനും പറ്റിയില്ല. ആണോ? കാരണം അത് അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ
ആളതറിഞ്ഞു കഴിഞ്ഞാൽ ആളവിടെ ലോ ആവൂല. ആള് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമായിരുന്നില്ല. അപ്പൊ അത് ഗെയിമിനെ ഷോനെ ബാധിക്കുന്നുള്ളതുകൊണ്ട് അവര് സമ്മതിച്ചില്ലായിരുന്നു. പക്ഷെ ഇവിടം വരെ എത്തി. ഇത്രയും എങ്ങനെ 3 മാസം കഴിഞ്ഞ് വന്നു അത് എന്നറിയില്ല. എന്ത് പെട്ടെന്നാണ്. പക്ഷെ അമ്മ നിങ്ങൾക്കൊക്കെ അതെ കഴിഞ്ഞ ദിവസം അനു ഇന്നലെയാണ് ഇന്നാണോ ഇന്നലെ അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ആഴ്ച ഒന്ന് ഇവിടുന്ന് എവിക്റ്റായി പോയാ മതി, എന്നിട്ട് ഇവർ ആദ്യം മനസ്സിലാക്കണം എനിക്ക് ഒരു PR ഒന്നുമില്ല, എന്റെ ഇത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അത് അത്രയും വിഷമമായത് മാത്രമാണ് ഇവിടം വരെ എത്തിയെന്ന് പറച്ചിലുണ്ട്. അത് വളരെ മോശമാണ്. കാരണം കാണുന്നവർക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും അനു ഒരുപാട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. എഫേർട്ടിന് വിലയില്ലതായി. അവര് പറഞ്ഞത് കൂടെ ഉള്ളവര് പറഞ്ഞപ്പോ അത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉള്ളവര് പറഞ്ഞു PR-ന്റെ ബലത്തിലാണ് നിൽക്കണേന്ന്. നമുക്ക് കാണുന്നവർക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ ഏത് പ്രൊമോ ഇറങ്ങിയാലും ഏത് നമ്മൾ റീൽ എടുത്താലും അനു അല്ലേ അതിലുള്ളൂ. അപ്പൊ അനു അത്രയ്ക്ക് എഫേർട്ട് എടുക്കണോണ്ടല്ലേ അതൊക്കെ വരുന്നത്. ഡ്രാമ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പോലും ഇപ്പൊ കുലസ്ത്രീ ഡ്രാമ എന്നൊക്കെ പേര് കൊടുത്തെങ്കിൽ കണ്ടന്റ് കൊടുക്കുന്നത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 60% അനുവാണ്. അതെ അതെ അനു തന്നെയാണ്. അപ്പൊ പിന്നെ അതിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. ചുമ്മാ PR കാരണം മാത്രമാണ് ഒരാൾക്ക് നിൽക്കുമ്പോൾ എല്ലാവർക്കും കാശ് കൊടുത്തിട്ട് അങ്ങ് കയറിയ പോലെ അനുവിന്റെ വിജയത്തിനെ കുറച്ച് കാണിക്കുക ചെയ്യുന്നത്. അപ്പൊ അനു എങ്ങാനും പ്രാർത്ഥിച്ച പോലെ അനു ഇപ്പൊ എന്നെ ഈ ആഴ്ച ഇറക്കട്ടെ. ഞാൻ ഇവിടെ എന്ത് കൊച്ചു നമുക്കല്ലേ അറിയൂ പുറത്ത് സപ്പോർട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പുറത്ത് പോസിറ്റീവ് ആണ്, പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടോ നമുക്കല്ലേ അറിയാം. അവർക്ക് അറിയില്ലല്ലോ അതിനെ പറ്റി. അതുകൊണ്ട് അവള് കൂടെ ഉള്ളവരും കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും പൊട്ടി അങ്ങ് കരഞ്ഞിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്കത് TV കൂടെ ഇവിടെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അവിടെ നിന്ന് അനുഭവിക്കുന്നവർക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. അത് അവർക്കേ അറിയുള്ളൂ. ചപ്പാത്തി കള്ളനാവുന്നതും കള്ളിയാവുന്നതും അല്ലെങ്കിൽ പഞ്ചസാര ഇല്ല, ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അത് അവർക്കത് വലിയ ഒരു ആഗോള പ്രശ്നമാണ്. നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ വെറും ഇത് നിസ്സാരമായ പ്രശ്നം എന്നൊക്കെ തോന്നും. അമ്മ പൊതുവെ അനുവിന്റെ പുറകെ നമുക്ക് കാണാം. അനു അങ്ങോട്ട് പോകുമ്പോ നെവിൻ പുറകെ പോകുന്നുണ്ട്. അനുവിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. അമ്മയ്ക്കും അത് കാണുമ്പോ ഒരു പക്ഷെ അമ്മയ്ക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒബ്വിയസ്ലി ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ഇപ്പൊ അനു പറയും എനിക്ക് അവനെ നേർക്ക് നേരെ കണ്ടുകൂടാ നെവിനെ. നിങ്ങൾക്കും അതേ ഒരു ഫീൽ ആ സമയത്ത് നമുക്കും തോന്നും നമ്മളെ കൊച്ചല്ലേ. അപ്പൊ ഗെയിമല്ലേ, ഞങ്ങൾ ഇപ്പൊ അത് മാറി. ഇപ്പൊ അവര് പിന്നെ വീണ്ടും നല്ലതായി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് നെവിനോട് ദേഷ്യം എല്ലാവരുടെ സ്നേഹമുള്ളൂ. കാരണം അവിടെ പോയപ്പോഴും എല്ലാരും ഭയങ്കര സ്നേഹമായിട്ടാണ്. പുറത്തിറങ്ങിയവർക്കാണ് അനുവിടെ ദേഷ്യം. അത് എന്താണെന്ന് അറിയില്ല. അനു വന്നിട്ട് എല്ലാവരുടെയും അത് അനുവിന്റെ സപ്പോർട്ട് പുറത്ത് കാണുന്നതുകൊണ്ടാണ് അനുവിനോടുള്ള ദേഷ്യം എല്ലാരും പുറത്ത് വന്നിട്ടും കാണിക്കുന്നത്. അത് കാണുമ്പോഴാണ് നമുക്ക് വിഷമം. അത് അവൾ അത്ര നല്ലോണം അവിടെ കളിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം വരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാം. ഞങ്ങൾ പറയാം, ഇതാണ് സെഗ്മെന്റിന്റെ പേര്. അതായത് നിങ്ങൾ പറയണം. ഓക്കെ, അതായത് ഞാൻ ഓരോന്ന് ചോദ്യം വായിക്കും. ഫസ്റ്റ് ചോദ്യം, എന്തിനാ അനുവിനോട് ഇത്ര വിരോധം? അത് നിങ്ങളിൽ ഓരോരുത്തർക്കും ഓരോരോ ചോദ്യം തരാം. ഓക്കെ, ആദ്യം ചേച്ചി ആര്യയിൽ തുടങ്ങാം. ആര്യ, ഈ ഒരു ചോദ്യം ഇപ്പോ ബിഗ് ബോസ് സീസൺ 7-ലുള്ള ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് പറയാം. എന്നിട്ട് അവരോട് ആര്യ ഈ ചോദ്യം ചോദിക്കുന്ന രീതിയിൽ. ഓക്കെ, ആരോടായിരിക്കും ചോദിക്കുന്നത്? നെവിന്റെ അടുത്ത്. ഉറപ്പായിട്ടും. ആണോ? ഒന്ന് ചോദിച്ചേ, സ്ക്രീനിലൂടെ ചോദിച്ചേ. അനു, ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ അനുവിന്റെ ഷർട്ടാണ് നെവിൻ ഇട്ടിരുന്നത്. അപ്പൊ അത്രയ്ക്കും ക്ലോസ് ആയിട്ട് അനുവിന്റെ ഡ്രസ്സും, അനുവിന് അങ്ങനെ ഡ്രസ്സൊന്നും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇഷ്ടമുള്ള ആളല്ല. എന്നിട്ട് അത്രയൊക്കെ ഭയങ്കര കൂട്ടായിട്ട് നിന്നിട്ടും ലാസ്റ്റ് ഒരു ടൈമൊക്കെ ആയപ്പോ ഇത്രയും എന്തിനാണ് എന്റെ കുഞ്ഞിനോട് കാണിച്ചതെന്ന് ചോദിക്കണം. ഇനാഗ്രേഷൻ വന്ന മുട്ട അറിയുന്നല്ലേ? മുട്ട പറഞ്ഞു. അതിന്റെ അത്രയ്ക്കും കൂട്ടായിട്ട് അവള് നിന്നിട്ട് പിന്നെ എന്തിനിങ്ങനെ കാണിച്ചു എന്നുള്ളത് മാറി വന്നു. ഓക്കെ, ശരി. അടുത്തത് അമ്മയുടെ അടുത്താണ് കേട്ടോ. അനുവിനെ പറ്റി അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. അത് ആരോട് അമ്മ പറയാ? നെവിനോട്. ആണോ? എല്ലാം നെവിന്റെ അടുത്താണോ ചോദ്യം? എന്നാ നെവിനെ വിളിച്ച് ചോദിച്ചോ. കുലസ്ത്രീ വിളിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആ വിളിയൊന്ന് മാറ്റണം അല്ലേ? ഇനി അനു എങ്ങാനും ഇപ്പം നേരത്തെ പോലെ ഇപ്പൊ നിങ്ങൾ ഇതിനു മുമ്പത്തെ സീസണൊക്കെ കണ്ടിരുന്നപ്പോ അതിനകത്ത് പണപ്പെട്ടിയും കൊണ്ട് വരുന്ന ഒരു ഇതുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ മനസ്സിലോ അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് എങ്ങാനും അങ്ങനെ ഒരു പ്ലാന് ഇല്ല. അത് നമുക്ക് ബിഗ് ബോസിനെ പറ്റി അറിയില്ല. ഞാനും കണ്ടിട്ടില്ല ഈ പ്രോഗ്രാമിനെ പറ്റി. അവക്കും പണപ്പെട്ടി ഉണ്ടോ എന്നുള്ളതും അറിയില്ല. പക്ഷെ എടുക്കല്ലെന്നാ എന്റെ പ്രാർത്ഥന. ഉണ്ടായിരുന്നുവെങ്കിൽ. ആണോ? അതെ അതെ, കാശ് കിട്ടി അവൾ എടുക്കും. കാശ് ആഗ്രഹിച്ച് അവൾ ഇവിടെ പോയത്. അപ്പൊ അവിടെ നല്ല ഒരു 15 ലക്ഷം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എടുത്തേനെ. 10 ലക്ഷത്തിന് മുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എടുത്തേനെ. അവർക്ക് അറിയില്ലല്ലോ പുറത്തെ കണ്ടീഷൻ എന്താണെന്ന്. അത് അവള് പറയുകയും ചെയ്തേനെ. ഇല്ലാതിരുന്ന നന്നായി. ഒരു 15 ലക്ഷം ഒക്കെ ആണെങ്കിൽ അവൾ എടുത്തേനെ. 10 താഴെയാണെങ്കിൽ എടുക്കത്തില്ല. കഴിഞ്ഞ 10 എന്തോ ഇല്ല ഞാൻ കേട്ടത്. 8 അതിന് മുന്നേ 5 എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെ ഒരു ഇത് പറഞ്ഞു. മോഹൻലാലിന്റെ ചോദിക്കുകയും ലാലേട്ടന്റെ ചോദിക്കുകയും ചെയ്തു. എമൗണ്ട് അറിഞ്ഞിട്ട് ഞാൻ പറയാം. 100 ദിവസം നിൽക്കണമെന്ന് ആഗ്രഹം, എന്നാലും എമൗണ്ട് കണ്ടിട്ട് ഞാൻ പറയാം. അപ്പൊ അമ്മയുടെ ഒരു ആഗ്രഹം പോലെ ഈ പ്രാവശ്യം അവിടെ നിന്ന് അവര് ബിഗ് ബോസ് എടുത്ത് മാറ്റിയിരിക്കുകയാണോ പണപ്പെട്ടി? ഓക്കെ, ഇനി
അഖിലയുടെ അടുത്ത് അനുവിനെ ഒട്ടും മനസ്സിലാക്കാതെ പെരുമാറിയല്ലോ. അക്ബർ ആണോ? അക്ബർ. കാരണം ആദ്യം മുതലേ അനു എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അത് എനിക്ക് അങ്ങനെ തോന്നി ആദ്യം മുതലേ. എന്തിനാ? ഏത് കാര്യത്തിനായാലും ആദ്യം ഇതുവരെ അവര് ഒരു സ്വരച്ചേർച്ച ഇല്ലാതല്ലേ പോയിട്ടുള്ളത്, ഇതുവരെ ഒരു മിങ്കിളായിട്ട് ഇല്ല ഇതുവരെ. അപ്പൊ അത് അക്ബറിന്റെ കൂടെ നിവിനായപ്പോലും അറ്റാച്ച്മെന്റ് കാണിക്കും, പിന്നെ പിണങ്ങും. പക്ഷെ അക്ബറുമായിട്ട് ഇതുവരെയും സെറ്റ് ആയിട്ടില്ല. എന്താണെന്ന് അറിയില്ല. ഓക്കെ, അതപ്പൊ നമുക്ക് ഇറങ്ങുമ്പോ ചോദിക്കാം. അന്ന് അനു പറഞ്ഞത് തന്നെയാണ് ശരി. 16 ലക്ഷത്തിന്റെ PR ഇല്ല. അതെ 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 സത്യമാണ്. എല്ലാരും വന്ന് ചോദിക്കും നിങ്ങളുടെ അടുത്ത്. ഇല്ല, നമുക്കറിയാലോ നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാ ഫിനാൻഷ്യൽ കാര്യം കൈകാര്യം ചെയ്യുന്ന അമ്മയാണ് അവളുടെ. അപ്പൊ പിന്നെ നമ്മൾ അറിയാതെ അവള് കൊടുത്തിട്ട് ഒന്നും ചെയ്യില്ല. ഇല്ല ഇല്ല. അപ്പൊ സ്ട്രോങ്. ഓക്കെ, അവളൊരു കാറ് വാങ്ങിയത് പോലും എന്റെ കാശ് കൊണ്ടുവന്ന് അവർക്ക് കിട്ടുന്ന അക്കൗണ്ടില്ല ആണ് വരുന്നത്. അമ്മയാണ് എല്ലാം ഹാൻഡിൽ ചെയ്യണത്. ഓക്കെ, ആ അമ്മയാണ് പറയുന്നത് നമ്മൾ കേട്ട വാർത്ത ശരിയല്ല എന്നുള്ളത്. ഫിനാലയിൽ അനുവിന്റെ മുഖ്യ വെല്ലുവിളി ആരായിരിക്കും തോന്നുന്നത്? അനീഷേട്ടനായിരിക്കും. ആണ്. കാരണം അൺഒഫീഷ്യൽ വോട്ടിംഗ് വെച്ചിട്ട് അവര് പുറത്ത് ഞാൻ കാണുന്നത് വെച്ച് സപ്പോർട്ട് വെച്ചിട്ട് ലെവലിൽ നിൽക്കുന്നത് അവർ രണ്ടുപേരുമാണ്. ലാലേട്ടൻ അനുവിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടം തോന്നി. എങ്ങനെ പറഞ്ഞപ്പോ? പലപ്പോഴും പറഞ്ഞപ്പോ സങ്കടം തോന്നിയിട്ടുണ്ട് ഞങ്ങക്ക്. ഇല്ല, കാണാത്ത കാര്യം പറയരുത് എന്നും പറഞ്ഞിട്ട് ആദ്യം വഴക്ക് പറഞ്ഞില്ലേ ലാലേട്ടൻ? അതെ അതെ അതെ. ഇനി ഇത് ഏറ്റവും കൂടുതൽ തവണ നോമിനേഷൻ വന്നിട്ടും ഔട്ടായി പോവാതിരുന്ന കിട്ടിയ സമ്മാനം കോഴിമുട്ട. ഓക്കെ, അനുവിന് ഇഷ്ടമാണോ കോഴിമുട്ട? ഇഷ്ടമാണ്. ഓക്കെ, അനുവിന്റെ ആ നിലപാടിൽ ഞങ്ങൾക്കും എതിരഭിപ്രായമുണ്ട്. അനു ചെയ്ത ഏതെങ്കിലും ഒരു നിലപാട് നിങ്ങൾക്ക് അവള് എടുത്ത നിലപാട് തെറ്റിയെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ സാധാരണ ബിഗ് ബോസിൽ പോയി ഒറ്റയ്ക്ക് കളിക്കാനാ പോകുന്നത് എല്ലാവരും. അങ്ങനെ കളിച്ചാണ് വരേണ്ടത്. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നല്ല, ഒരു ലിമിറ്റ് വെച്ച്. അങ്ങനെ ആരുടെ ഒരു ടീം അത്രയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അതിപ്പോ അവളെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തപ്പോ അത് ഫ്രണ്ട്ഷിപ്പിലോട്ട് പോയത് കൊണ്ടാണോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഒറ്റയ്ക്ക് കളിച്ചില്ലെങ്കിൽ അവൾ ഇത്രയും വിഷമിക്കേണ്ടി വരില്ലായിരുന്നു ആ ഒരു ഡിസിഷൻ. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. അനുവിനോട് അവർ സോറി പറയണം. ആര്? രേവതി. ബിഗ് ബോസിൽ എല്ലാവരും ഒരുമിച്ച് കാര്യമാണല്ലോ. അതെ അതെ. അവള് നല്ലത് ചെയ്താലും അത് മോശമായിട്ട് ഇടും. ഇല്ല, പറയാത്ത കാര്യവും ചെയ്യാത്ത കാര്യം കൂടെ ചേർത്താ പറയുന്നത്. ഇതുവരെ ഒരു യൂട്യൂബർ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സത്യം. ഒരുപാട് കോൾസ് നമുക്ക് വരുന്നു. ലൈവ് കാണുന്നവരാണെ ഒരുപാട് കോൾസ് നമുക്ക് വരുന്നത്. എന്തുകൊണ്ട് പ്രത്യേക എന്തെങ്കിലും വൈരാഗ്യം കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നമ്മുടെ ചോദിക്കുന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല പുള്ളിക്കാരി ഇങ്ങനെ ചെയ്യുന്നത്. ഷെയർ ചെയ്തിട്ട് അനു ചെയ്യാത്ത കാര്യം പറയാത്ത കാര്യം, അനു എന്തെങ്കിലും പോസിറ്റീവായി ചെയ്താൽ പോലും അത് നെഗറ്റീവായിട്ട് പറയും. അപ്പൊ നിങ്ങൾ ഒരു തവണ പോലും രേവതിനെ കോൺടാക്ട് ചെയ്യാനോ രേവതിക്ക് ഒരു മെയിൽ അയക്കാനോ എന്തിനാണ് ഇങ്ങനെ അനുവിന് ഇത്ര അധികം ഇത് ചെയ്യണേ? നമ്മളൊന്നും നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ഇൻസ്റ്റയിൽ നമ്മൾ അതിനെതിരെ സ്റ്റോറി ആയിട്ട് 2-3 തവണ ഇട്ട് കാണിച്ചു. അതല്ലേ പറ്റൂ നമുക്ക് ഇനി അവരെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല. പക്ഷെ നാളെ രേവതിനെ ഞങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അനു വന്നിട്ടായാലും എനിക്ക് കാണിച്ചു കൊടുക്കണം. പറയാത്തയും ചെയ്യാത്തയും കാര്യങ്ങൾ, ലൈവിൽ ചെയ്യാത്ത കാര്യങ്ങൾ വരെ പറയുന്നത്. അത് ഭയങ്കര വിഷമമാണ് നമുക്ക്. ആണോ? ഫാമിലി എന്നലയിലും കൊച്ചിന്റെ നമ്മളടുത്ത് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര്. ഇവരെന്തിനാ ഇങ്ങനെ അവൾ അനുവിനെ കുറിച്ച് പറയുന്നത്? നല്ലത് ചെയ്താലും എന്തിനാ? ഇപ്പൊ അവളെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നിട്ട് കൂടി നല്ലത് ചെയ്താലും അതിനെ ഒരു മോശമായിട്ട് ഭയങ്കര മോശമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ സെഗ്മെന്റ് കഴിഞ്ഞു. അപ്പോ അനു കപ്പും കൊണ്ടുവരും എന്നാണ് നിങ്ങൾ 3 പേരും വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് അല്ലെ? അപ്പൊ അത് നേരിട്ട് കാണാനായിട്ട് എന്നാ നിങ്ങൾ ചെന്നൈക്ക് പോകുന്നില്ലേ? കോളൊന്നും വന്നില്ല. എങ്ങനെ ഫാമിലിക്ക് ഇൻവൈറ്റഡ് ആയിരിക്കോ? നിങ്ങൾക്ക് എല്ലാവർക്കും 5-ൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഞങ്ങളെ ഇൻഫോം ചെയ്യൂ. ഓക്കെ, അപ്പൊ പക്ഷെ നിങ്ങൾക്ക് ഉറപ്പാണ് അവിടെ അമ്മയൊക്കെ നിങ്ങൾ എല്ലാവരും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇല്ലേ, അച്ഛൻ വരും ഇപ്രാവശ്യം? വരും. അപ്പൊ എല്ലാവരും കൂടിയാണ് പോണത്. എന്നിട്ട് അനു ഇതൊക്കെ അടിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം ചേച്ചി അടുത്ത മാസം ജോലിക്ക് പോയി തുടങ്ങുന്നുള്ളൂ. അവള് വന്നിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ ആക്കണ്ടേ? ഇവിടെ അമ്മക്ക് മാത്രം പറ്റൂല. എനിക്കും നല്ല വെയിറ്റ് കുറഞ്ഞു. നല്ല ഒരു 8 കിലോളം കുറഞ്ഞു കാണും. ആണല്ലേ? അപ്പൊ ഫുഡിയാണ് എന്തെങ്കിലും കഴിക്കാൻ, നല്ല ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഫുഡ് ഇല്ലാതിരിക്കാനും പറ്റുമോ? അതെ, അത് വാശിയൊക്കെ എടുത്തിരുമ്പോ ഭക്ഷണം അഡ്ജസ്റ്റ് ചെയ്തേ. ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും അറിയാം, നല്ലപോലെ കഴിക്കാനും അറിയാം. അപ്പൊ എന്തായാലും അനുവിനെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വയറ് നിറച്ച് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഈ 7-8 കിലോ ഗെയിൻ ഏൽപ്പിച്ചിട്ട് വേണം ചേച്ചിക്ക് ഇനി ജോലിക്ക് പോവാൻ. ഈ ചേച്ചി കടയൊക്കെ തുറന്ന് ഫംഗ്ഷനിങ് ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അനു പോകുന്നതിന് മുന്നേ സംസാരിക്കാൻ പറ്റി. ഇനിയിപ്പോ ഞങ്ങളും ഒക്കെ കാത്തിരിക്കുകയാണ് അനു തിരിച്ചു വരുന്നത് കാണാനായിട്ട്. അനു
അനീഷ്. അനു, അനീഷ് അല്ലേ? ആര് ജയിക്കും? അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് ഇത്രയും സമയം നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റി, ചാറ്റ് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച്.